ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു നാടൻ ചേമ്പ് കൊണ്ട് ഒരു അവിയൽ തയ്യാറാക്കിയാലോ. ചേമ്പ് മാത്രമല്ല, അതിനകത്ത് കുറച്ച് മലക്കറികളും നമുക്ക് ചേർക്കാം. എല്ലാ മലക്കറിയും ചേർക്കാൻ പറ്റത്തില്ല. ചില മലക്കറികൾ മാത്രമേ അതിൽ ചേർത്താലേ അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വെള്ളരിക്ക, കുറച്ച് മുരിങ്ങയ്ക്ക, പടവലങ്ങ, ക്യാരറ്റ്, പച്ചമുളക് ഇത്രയും ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചേമ്പിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നല്ല രുചിയുള്ളൊരു അവിയൽ തയ്യാറാക്കാം. നമ്മളിതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മൾ ചേമ്പ് പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ അരപ്പ് തന്നെയാണ്. ജീരകവും വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും ചേർക്കാം, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. നല്ലപോലെ അവിയലിൻ്റെ തോരനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് അരിഞ്ഞാൽ മതിയാവും. നമ്മുടെ ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് ക്യാരറ്റും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് വീണ്ടും പറയാം. പടവലങ്ങ ഏറെ ചേർക്കാം, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, കുറച്ച് ബീൻസ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, പച്ചമുളക്. കത്തിരിക്ക ചേർക്കേണ്ട ആവശ്യമില്ല. കത്തിരിക്ക ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. ഇത് ഇത്രയും ചേർത്ത് പടവലങ്ങ കുറച്ച് ഏറെ ചേർത്താലും നല്ലതായിരിക്കും. നമുക്ക് പുളിയും വേണം നല്ലപോലെ. നമുക്ക് നല്ല അരപ്പെല്ലാം ചേർത്ത് പുളിയും ചേർത്തതിന് ശേഷം അരപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് കുറച്ച് ചാറായിട്ടിരുന്നാലും നല്ല ചോറിൽ ഒഴിച്ചുകൊണ്ടാൽ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ എല്ലാം പിടിക്കുന്നവരെ കുറച്ച് നമ്മൾ സിമ്മിൽ വെച്ച് കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് പച്ചവെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഭയങ്കര ടേസ്റ്റുള്ളൊരു ചേമ്പാവിലാണ്. ഇത് നാടൻ ചേമ്പാണ്. ഇത് മറ്റുള്ള കഷ്ണം ചേർക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. ഇതിന് പുളിക്ക് വേണമെങ്കിൽ മാങ്ങ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ നമ്മുടെ പിഴിപുളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവിയലാണിത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.